الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، فبسند المتصل منا إلى الإمام الحافظ الحجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن برزة الجعفي البخاري رحمه الله تعالى ونفعنا بعلومه في الدارين. قال: باب قول الله تعالى: ونضع الموازين القسط ليوم القيامة وأن أعمال بني آدم وقولهم يوزن. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ടാണ് ഈ കിതാബ് സഹീഹുൽ ബുഖാരിയെ അദ്ദേഹം കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ വലിയ സമ്പത്തുമാണ്. ലോകത്ത് ഇത് രചിക്കപ്പെട്ട കാലം മുതൽ ഇന്നോളം ഇതിനെ സംബന്ധിച്ച് എല്ലാവരുടെ മുമ്പിലും പറയപ്പെടുന്നത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ശരീഫ് കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കാൻ യോഗ്യതയുള്ള, ഒരു നിലയിലും തള്ളിക്കളയാൻ സാധിക്കാത്ത, അല്പം പോലും സംശയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകളോ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത, എല്ലാവരും ഏറ്റവും ഉയർന്നതും ഏറ്റവും ശരിയായതുമെന്ന് പൂർണ്ണമായ നിലയിൽ അംഗീകരിക്കപ്പെട്ട, എല്ലാ കാലത്തുമുള്ള മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ഫുഖഹാക്കൾ, ഉലമാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്ന ഏറ്റവും സഹീഹായ, ശരിയായ ഒരു കിതാബ്. ശരിയായത് എന്ന് പറഞ്ഞ കിതാബിന്റെ പ്രിന്റിംഗ് ശരിയാണെന്നോ, ബൈൻഡിങ് ശരിയാണെന്നോ, അതിലെ കടലാസുകൾ ശരിയാണെന്നോ, അതിൻ്റെ എഴുത്ത് ശരിയാണെന്നോ, ഇതൊന്നും അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന് യാതൊരു മാറ്റവും ഒരു തിരുത്തലും സാധ്യതയില്ലാത്ത തരത്തിൽ അംഗീകാരമുള്ള, ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ലോകത്ത് ഖുർആനിനെ ഒരുപാട് ആളുകൾ വിമർശിക്കാറുണ്ട്. ഖുർആനിനെ കുറിച്ച് പലതും ശരിയല്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഖുർആനിന്റെ ആ വചനങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനെയാണോ അവർ വിമർശിക്കുന്നത്, അവർക്ക് ആ സ്ഥാനത്ത് അതേപോലെ ശരിയാണെന്ന് അവർ വാദിക്കുന്ന വാചകം ചേർത്ത് കൊടുക്കാൻ ഇന്നോളം സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു സാധിക്കുകയില്ല ഖിയാമത്ത് നാൾ വരെ. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. ഏത് പുസ്തകത്തിലും ഒരു തെറ്റ് വന്നാൽ ആ തെറ്റ് ഇങ്ങനെയല്ല, ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ശരി എഴുതി കൊടുത്ത് തിരുത്താൻ പറ്റും. ഏത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്താലും അടുത്ത പ്രിന്റിങ് വരുമ്പോൾ ഒരുപാട് തെറ്റുകൾ കാണും, തിരുത്തേണ്ടി വരും. വളരെ തിരുത്തി എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്ന പുസ്തകം അത് വിട്ടു തീർന്ന് അടുത്ത പ്രിന്റിങ് വരുമ്പോൾ വീണ്ടും അത് നോക്കി ശരിയാക്കണം. ഖുർആൻ ശരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്നോളം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ രണ്ടാമത് നോക്കി വന്ന് അതിലെന്തെങ്കിലും വാചകങ്ങൾക്ക് തെറ്റുണ്ടോ എന്ന് തിരുത്തേണ്ട ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല. പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലാതെ എഴുതുന്നവരുടെ കൈക്ക് തെറ്റ് വന്നിട്ടുണ്ടാകാം, പ്രിന്റ് ചെയ്യുന്നവർക്ക് തെറ്റ് വന്നിട്ടുണ്ടാകാം, അത് തിരുത്തേണ്ടി വരും എന്നല്ലാതെ ഖുർആനിന്റെ ഒരു ഹർഫ് പോലും, ഒരു അക്ഷരം പോലും മാറ്റേണ്ടതോ തിരുത്തേണ്ടതോ ഇന്നോളം വന്നിട്ടില്ല, ആർക്കും സാധിച്ചിട്ടുമില്ല. ഈ ഖുർആനിന്റെ വിമർശകർ ആരും അതാത് സ്ഥാനങ്ങളിൽ എന്നാൽ ഇങ്ങനെയാണ് ശരിയുള്ളത് എന്ന് പറഞ്ഞ് ഖുർആനിന്റെ വചനത്തോട് ചേർത്ത് വെച്ച് കൊടുക്കാൻ ഇന്നോളം ആർക്കും സാധിച്ചിട്ടില്ല. വെറുതെ പുറത്തു നിന്ന് പറയാനേ പറ്റുകയുള്ളൂ. ഒരു ഹർഫ് പോലും അതിലേക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഖുർആനിന്റെ പ്രാധാന്യം, ഖുർആനിന്റെ മഹത്വം. അതാണ് ഖുർആൻ ഏറ്റവും സഹീഹായതാണ്, ശരിയായതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന, ഒരു നിലയിലും സംശയിക്കേണ്ട, സംശയത്തിന് അവകാശമില്ലാത്ത അത്രയും സ്വീകാര്യയോഗ്യമായ വചനങ്ങളാണ് ഈ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുവചനങ്ങൾ
ഹദീസുകൾ, അതാണ് ഈ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടത്. ഇപ്പൊ ഖുർആനിന് ശേഷം ഹദീസ് ലോകത്ത് ഒരുപാട് ഹദീസുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ ജീവിതം മുഴുവനും സാധാരണ നിലയിൽ സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളല്ല ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് രാത്രിയോ പകലോ യാത്രയിലോ നാട്ടിലോ രോഗാവസ്ഥയിലോ ആരോഗ്യാവസ്ഥയിലോ ഉറക്കത്തിലോ ഉണർവിലോ ഏത് സന്ദർഭത്തിലാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ, ഒരു ചെറിയ കാര്യം, ആ ചെറിയ കാര്യവും വളരെ ശക്തമായ നിലയിൽ അംഗീകരിക്കപ്പെടുന്ന തരത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഹദീസുകളിൽ. അങ്ങനെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹദീസിന്റെ കിതാബുകളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചില മുഹദ്ദിസീങ്ങളെല്ലാം ഹദീസുകൾ ഒരുമിച്ച് കൂട്ടി കിതാബുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി റഹ്മഹുല്ലാ ഹദീസായിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും ഒരുമിച്ച് കൂട്ടി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ജംഉൽ ജവാമി എന്ന് പറഞ്ഞ് 80 വാള്യങ്ങളുള്ള കിതാബാണ്. 1, 2, 1 80 വാള്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും, അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് ചെയ്തത് അതുപോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ധാരാളമായ നിലയിൽ മുഹദ്ദിസീങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 6 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളാണ്. 6 ലക്ഷം ഹദീസുകൾ. അദ്ദേഹത്തെ അല്ലാഹു തആല അതിനു വേണ്ടി തന്നെ പടച്ചതാണ്. അല്ലാഹു തആല ആ നിലയിലുള്ള ഓർമ്മശക്തിയും അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഒരിക്കൽ അദ്ദേഹം 11 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അടുക്കൽ ക്ലാസ്സിൽ വന്ന ഹദീസ് പഠിച്ചിരുന്നു. ഖുർആൻ ശരീഫ് മനഃപ്പാഠമാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് പിന്നെ ഹദീസ് പഠിക്കാനുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ നാട്ടിലുള്ള മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ നിന്നും ഹദീസുകൾ അദ്ദേഹം കേട്ട് മനഃപ്പാഠമാക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന കൂട്ടുകാരായ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. 16 ദിവസം ഇവർ ഒരുമിച്ച് ഉസ്താദിന്റെ അടുക്കൽ ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി പോയി. ഉസ്താദ് ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കൂടെ വരുന്ന ആളുകളെല്ലാം അന്നത്തെ രീതി അനുസരിച്ച് കടലാസും പേനയും മഷിയും കൊണ്ടുവന്ന് ആ ഹദീസുകളെല്ലാം എഴുതിയെടുത്തോണ്ടിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒറ്റ ഹദീസും എഴുതിയെടുത്തില്ല. വെറുതെ ഈ സദസ്സിൽ വന്ന് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. 16 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാര് അതിനിടയ്ക്കും പറഞ്ഞു, 16 ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാര് പറഞ്ഞു, നീ എന്തിനാ വെറുതെ ഇങ്ങനെ സമയം പാഴാക്കുന്നത്? കടലാസും ഇല്ല, പേനായും ഇല്ല, നീ ഒന്നും എഴുതുന്നുമില്ല, ഒരു തരത്തിലും ഒന്നുമില്ലാതെ നീ എന്തിനു ചുമ്മാ സമയം പാഴാക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു? വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ നിനക്ക്? വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഹദീസ് എഴുതിയെടുക്കുക. അങ്ങനെ എഴുതിയെടുക്കാതിരുന്നാൽ നീ പഠിക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല, കേട്ടിങ്ങനെ പോകുമെന്നല്ലാതെ വേറെന്താണ് ഗുണമെന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷെ കൂട്ടുകാർ അദ്ദേഹത്തെ വിട്ടില്ല. കൂട്ടുകാർ കൂടുതൽ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് വളരെ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ ഉപദേശിച്ചു, നീ പേനായും കടലാസും ഒക്കെ മേടിച്ചുകൊണ്ടേ വരാവുള്ളൂ. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ 16 ദിവസം കൊണ്ട് ഒരുപാട് ഹദീസുകൾ എഴുതിയെടുത്തല്ലോ, ആയിരക്കണക്കിന് ഹദീസുകൾ എഴുതിയെടുത്തു. ആ എഴുതിയെടുത്ത കിതാബുകൾ കടലാസുകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ബുക്കിൽ നോക്കിക്കോ. ഉസ്താദ് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ പറഞ്ഞു തന്ന ഹദീസ് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, നിങ്ങളുടെ ബുക്കിൽ നോക്കിക്കോളാം. ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഈ 16 ദിവസം ഉസ്താദ് പറഞ്ഞു കൊടുത്ത മുഴുവൻ ഹദീസുകളും മനഃപ്പാഠം അവർക്ക് പറഞ്ഞു കേൾപ്പിച്ചു. കേൾപ്പിച്ചപ്പോൾ എഴുതി വെച്ചിരുന്ന ആളുകൾ അവരുടെ കടലാസിൽ എഴുതിയ തെറ്റുകൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ട് അതിനെ തിരുത്തി. ഉസ്താദിനടുക്കൽ നിന്ന് പെട്ടെന്ന് കേട്ടെഴുതിയപ്പോൾ തെറ്റ് സംഭവിച്ചായിരുന്നു. ആ തെറ്റുകൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത് കേട്ടാണ് തിരുത്തിയത്. അപ്പൊ ആ പ്രായത്തിൽ 16 ദിവസം നടന്ന പാഠത്തിന്റെ ഹദീസുകൾ മുഴുവനും അദ്ദേഹം മനഃപ്പാഠമാക്കി കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം കടലാസ് കൊണ്ടുപോകാതിരുന്നത്.
എല്ലാവരും കടലാസിൽ എഴുതി, അദ്ദേഹം മനസ്സിലെഴുതിക്കൊണ്ടിരുന്നു. മനസ്സിലെഴുതിയത് ഉറച്ചു നിന്നു, കടലാസിൽ എഴുതിയത് തെറ്റിപ്പോയി. കേട്ടെഴുതുന്നതാണല്ലോ, അപ്പൊ തെറ്റിപ്പോയി. ഇങ്ങനെയാണ് ഇമാം ബുഖാരി റഹ്മഹുല്ല ഹദീസുകൾ മനഃപ്പാടമാക്കിയത്. ധാരാളം സംഭവങ്ങളുണ്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ ഓർമ്മശക്തിയെ കുറിച്ച് അത് തെളിയിക്കുന്ന. ഒരുപാട് ആലിമീങ്ങൾ തന്നെ അദ്ദേഹത്തെ പരിശോധിച്ചിട്ടുണ്ട്. ഹദീസുകൾ അദ്ദേഹത്തിന് മനഃപ്പാടമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെ സദസ്സുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടി. നമ്മൾ കൂടിയതുപോലെയല്ല. നേരത്തെ അബ്ദുള്ള ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെയുള്ള ബുഖാരി ഖത്തമിനൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുമായിരുന്നു, കേട്ടാൽ തന്നെ. ഇപ്പൊ കാല് പിടിച്ച് വിളിച്ച് വണ്ടി വിട്ട് ചുമന്നോണ്ട് വന്നാൽ കൂടെ ഒരു 10, 50, 100 പേര് കസ്തി എങ്ങനെയെങ്കിലും വരും. വന്നാൽ അല്ലാഹു അക്ബർ, എപ്പോ ഒന്ന് തീർന്നു കിട്ടും, എപ്പോ തീർന്നു കിട്ടും, ഇവിടെ നിന്ന് സ്ഥലം കാര്യമാക്കാനെന്ന് പറഞ്ഞു എല്ലാവരും വന്നിരിക്കുന്നത്. കുറച്ച് സമയം ഹദീസിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ എന്താ നമുക്ക് നഷ്ടം? വലിയ അസ്വസ്ഥതയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോ ഇമാം ബുഖാരി റഹ്മഹുല്ല ഈ നിലയിൽ ഹദീസ് മനഃപ്പാടമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം മനഃപ്പാടമാക്കിയോ എന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി പരിശോധിക്കാൻ വേണ്ടി മാത്രം ഉലമാക്കൾ, മുഹദ്ദിസീങ്ങൾ മജ്‌ലിസ് സംഘടിപ്പിക്കുമായിരുന്നു ആളുകളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി പരിശോധിക്കാൻ. നല്ല ഉദ്ദേശത്തോടു കൂടി ഉള്ളവരുമുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി പരിശോധിച്ച് തെറ്റിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്താൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തവരുമുണ്ട്. പക്ഷെ ആർക്കും ഇമാം ബുഖാരി റഹ്മഹുല്ലയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ധാരാളം സംഭവങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു ഉസ്താദിന്റെ അടുക്കൽ നിന്നും ദർസ് കഴിഞ്ഞ് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ അവിടെ വന്നു. ഉസ്താദിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ വന്നത് താമസിച്ചു പോയല്ലോ, അല്പം കൂടെ നേരത്തെ വന്നിരുന്നുവെങ്കിൽ 10,000-ലധികം ഹദീസുകൾ മനഃപ്പാടമുള്ള ഒരു കൊച്ചു പയ്യനെ ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ പഠിക്കുന്നുണ്ട് ഒരു കൊച്ചു പയ്യൻ, 10,000-ലധികം ഹദീസുകൾ മനഃപ്പാടമുണ്ട്, അങ്ങനത്തെ പയ്യനെ കാണിച്ചു തരാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി, വലിയ ആഗ്രഹമായി, ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും കാണണം. അവസാനം അദ്ദേഹം ആ കുട്ടിയെ അന്വേഷിച്ച് നടന്നു, എവിടെയാണുള്ളതെന്ന്. ഇമാം ബുഖാരി റഹ്മഹുല്ല താമസിക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ ചോദിച്ച് അന്വേഷിച്ച് അവസാനം ഈ കുട്ടിയെ കണ്ടുപിടിച്ചിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിനക്കാണോ 10,000 ഹദീസുകൾ മനഃപ്പാടമുണ്ട് എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇമാം ബുഖാരി റഹ്മഹുല്ല ആ ചെറിയ പ്രായത്തിൽ, 12 വയസ്സ് പ്രായമേ ഉള്ളൂ, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10,000 ഹദീസുകൾ മാത്രമല്ല മനഃപ്പാടമുള്ളത്, ആ 10,000 ഹദീസുകൾ നിവേദനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ റാവികളുടെ പേരും അവരുടെ പിതാവിന്റെ പേരും അവരുടെ നാടും അവർ ജീവിച്ച കാലവും അവർ ജനിച്ച് വഫാത്തായ വർഷവും അവരെ കുറിച്ച് അവരെവിടെ നിന്നാണ് പഠിച്ചത് എന്നും ഏത് ഉസ്താദന്മാരുടെ നിന്ന് ഹദീസ് ശേഖരിച്ചത് എന്നും ഇങ്ങനെ അവരെ കുറിച്ചുള്ള ഈ ചരിത്രങ്ങളും എനിക്കറിയാം. അതുമാത്രമല്ല, ആ ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ മുഴുവനും ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് സ്ഥിരീകരിക്കാൻ അങ്ങനത്തെ ആയത്തുകളുടെ തെളിവും എനിക്കറിയാം. നമ്മൾ 12 വയസ്സായ കുട്ടികൾ അവരടുത്ത് ഹദീസ് ചോദിച്ച ഹദീസ് എന്നുള്ള പദം തന്നെ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മക്കൾ ഹദീസ് എന്നുള്ള എന്താണെന്ന് അറിയണ്ടേ, ഹദീസ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മളും വലിയ ദീനിന്റെ അഹലുകാരാണ്. നമ്മൾ സ്വയം വാദിക്കുന്നത് നമ്മളും വലിയ ദീനിന്റെ അഹലുകാരാണ്, ദീനിന്റെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ദീനുമായിട്ട് ജീവിക്കുന്നവരാ. നമ്മുടെ വീട്ടിലാണെങ്കിൽ മക്കളെല്ലാം വലിയ ദീനിയായ ചിട്ടയിൽ വളരുന്നവരാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നതും പരിചയപ്പെടുത്തുന്നതും. പക്ഷേ നമ്മുടെ മക്കൾ 15, 20 വയസ്സാകുമ്പോഴും അവരോട് എന്താണ് മക്കളെ ഹദീസ് എന്ന് ചോദിച്ചാൽ ഹദീസ് എന്താണെന്ന് പറയാൻ പോലും അവരെ കൊണ്ട് സാധിക്കില്ല. പിന്നെ അല്ല ഹദീസ് മനഃപ്പാടമാക്കുന്ന അടുത്ത വിഷയമല്ല. ഇമാം ബുഖാരി റഹ്മഹുല്ല ഇങ്ങനെയാണ് ഹദീസുകൾ ശേഖരിച്ചത്. അങ്ങനെ 6 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയ ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ മനഃപ്പാടത്തിൽ ഉണ്ടായിരുന്ന ഹദീസുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ അംഗീകാരം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ
അദ്ദേഹം വരെ വന്നെത്തിയിട്ടുള്ള ഈ ഹദീസ് പഠിച്ച മശായിഖന്മാർ, ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ ആർക്കും ഒരാക്ഷേപവും ഒരിക്കലും ഇല്ലാത്ത, ആരും അവരെ കുറിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലാത്ത അങ്ങനത്തെ ആളുകളിൽ നിന്ന് തന്നെ നിവേദനം ചെയ്ത ഹദീസുകൾ, അതിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മുൻഗണന തോന്നിയ, വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ കൊണ്ടല്ലോ ചിലര് കൂടുതൽ വിശ്വസിക്കുന്നവരും വിശ്വാസം കുറഞ്ഞവരും, അപ്പൊ ഏറ്റവും വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് മാത്രം നിവേദനം ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ ഹദീസുകൾ തെരഞ്ഞെടുത്ത് അങ്ങനത്തെ 7000-ഓളം ഹദീസുകൾ മാത്രമാണ് ഈ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടത്. 6 ലക്ഷം ഹദീസുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 7000-ഓളം ഹദീസുകൾ. ഈ 7000-ഓളം ഹദീസുകളിൽ 3000-ലധികം ഹദീസുകൾ ആവർത്തനമാണ്, ഒന്നിലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ആവർത്തനമാണ്. അപ്പൊ ആകെ ഈ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ നിവേദനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം മനഃപ്പാഠമാക്കി വെച്ച 6 ലക്ഷം ഹദീസുകളുടെ കൂട്ടത്തിൽ നിന്നും വെറും 4000-ൽ ശിഷ്ടം ഹദീസുകൾ മാത്രമാണ്. അതെ, ഒരു സന്ദർഭത്തിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറഞ്ഞു, എനിക്ക് 2 ലക്ഷം സഹീഹായ നിലയിൽ അംഗീകരിക്കപ്പെടാത്ത, തെളിയിക്കപ്പെടാത്ത ഹദീസുകളും സഹീഹാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള 1 ലക്ഷം ഹദീസുകളും ഞാൻ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മനഃപ്പാഠമാക്കി വെച്ച, സഹീഹാണെന്ന് എല്ലാവരും അംഗീകരിച്ച 1 ലക്ഷം ഹദീസുകളിൽ നിന്നുമാണ് ഞാൻ ഈ 4000 ഹദീസുകൾ തെരഞ്ഞെടുത്തത്. ഇപ്പൊ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി കിതാബിൽ എഴുതിയിരിക്കുന്നത് വെറും 4000 ഹദീസ്. ഇനി ഇതേ സ്ഥാനത്ത് ഇതേ നിലയിൽ അംഗീകരിക്കപ്പെടാവുന്ന 96,000 ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹിയുടെ അടുക്കൽ വേറെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റ് കിതാബുകൾ, ധാരാളം കിതാബുകളുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹിയുടെ കിതാബുകൾ അദ്ദേഹം രചിച്ചത് ഏകദേശം 24 കിതാബുകളോളം അറിയപ്പെട്ടത് തന്നെയുണ്ട്. അങ്ങനത്തെ കിതാബുകളിലും അങ്ങനത്തെ ഹദീസുകളിലും വെച്ച് ഏറ്റവും യോഗ്യതയുള്ള, അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും സഹീഹായ ഹദീസുകൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അസ്ഹുൽ കിതാബ് കുതുബി ബഅദ കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കപ്പെടാവുന്ന ഏറ്റവും സഹീഹായ കിതാബ് എന്ന് പറയുന്നത്. ഈ കിതാബിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഹദീസിന്റെ നിവേദക പരമ്പര അത് മുഴുവനും വ്യക്തമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെ മുഴുവനും എവിടെ വേണമെങ്കിലും പരിശോധിക്കാം. ഇവരുടെ മുഴുവൻ ചരിത്രം മുഴുവനായി എഴുതപ്പെട്ട ധാരാളം കിതാബുകളുണ്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആരും അറിയാത്തവരൊന്നുമല്ല. ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, 1000-ലധികം ഉസ്താദന്മാരുടെ അടുക്കൽ നിന്നും ഞാൻ ഹദീസ് പഠിച്ചിട്ടുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും ആരിൽ നിന്ന് പഠിച്ച ഹദീസാണോ ഇതിൽ എഴുതിയിരിക്കുന്നത്, അവർ മുതൽ ഇമാം ബുഖാരി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഈ ആളുകളുടെ ചരിത്രം എന്താണ്. ഇന്നോളം ലോകത്ത് മുഴുവൻ പരിശോധിച്ചിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ നിവേദനം ചെയ്ത അദ്ദേഹത്തിന്റെ പരമ്പരയിലുള്ള ഒരാളെ കുറിച്ച് പോലും വ്യക്തമായ നിലയിലുള്ള ഒരു നിരൂപണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വിമർശനം നടത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നും എല്ലാവരും ഇത് പറയുന്നത് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാ. ഇതിപ്പോഴാരും പറയാൻ തുടങ്ങിയതല്ല. ഹദീസ് നിവേദനം ചെയ്ത് ഈ കിതാബ് രചിച്ചതിന് ശേഷം വന്ന മുഴുവൻ മുഹദ്ദിസീങ്ങളും പരിശോധിച്ച് രേഖപ്പെടുത്തിയതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹിയുടെ പ്രധാനപ്പെട്ട 3 ഉസ്താദന്മാരുണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഹംബലി മദ്ഹബിന്റെ സ്ഥാപകനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം യഹ്യ ബിൻ മുഈൻ, ഇമാം അലി ഇബ്നുൽ മദീനി. ഈ 3 പേർ ഇവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അക്കാലത്ത് ഇവർ ജീവിച്ചിരുന്ന കാലത്ത് ഇവരെ വെല്ലാൻ ഭാഗത്തിനുള്ള മുഹദ്ദിസീങ്ങൾ ആരും ജീവിച്ചിരുന്നില്ല. മുഹദ്ദിസീങ്ങളിൽ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടവർ ഇവരായിരുന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഈ കിതാബ് രചിച്ചതിന് ശേഷം ഇവർ 3 പേർക്കും കൊണ്ടുപോയി കൊടുത്തു. ഇത് പരിശോധിച്ച് എന്തെങ്കിലും ഒരു തെറ്റ് ഇതിനകത്തുണ്ടോ, ഇതിൽ പറ്റാത്ത ഏതെങ്കിലും ഹദീസുകളുണ്ടോ എന്ന് പരിശോധിച്ച് പറഞ്ഞു തരണം. അവർ 3 പേരും പരിശോധിച്ചു. എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഈ കിതാബ് പുറത്തു വിട്ടതും ആളുകളെ പഠിപ്പിച്ചതും തന്നെ ഈ കിതാബ് തന്നെയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹിയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് 90,000 ആളുകൾ ഈ ഹദീസിന്റെ കിതാബ് പഠിച്ചിട്ടുണ്ട്. 1-2 പേരൊന്നുമില്ല, 90,000 പേര്. അവരെല്ലാം ലോകത്തെ അറിയപ്പെട്ട വലിയ വലിയ മുഹദ്ദിസീങ്ങളാണ്, വലിയ മുഹദ്ദിസീങ്ങൾ.
അങ്ങനത്തെ 90,000 ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഈ കിതാബ് പഠിച്ചിട്ടുണ്ട്. അത്രയും ഉയർന്ന സ്ഥാനത്തുള്ള അത്രയും പ്രസിദ്ധമായ കിതാബാണ് ഈ നമ്മളുടെ മുമ്പിൽ ഇന്ന് വായിക്കപ്പെട്ടത്. ഇതിന്റെ അവസാനത്തെ അധ്യായം, അവസാനത്തെ ഹദീസാണ് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ പാരായണം ചെയ്യപ്പെടുന്നത്. എന്താണ് അവസാനത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്? അള്ളാഹുവിന്റെ ഒരു വചനം തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ബാബു ഖൗലില്ലാഹി തആല വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ശരിയോ തെറ്റോ നന്മയോ തിന്മയോ പ്രതിഫലമുള്ളതോ പ്രതികാരം ചെയ്യപ്പെടേണ്ടതോ ഏതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അവസാനമായി അല്ലാഹു തആല മനുഷ്യനെ ഖിയാമത്ത് നാളിന് ശേഷം മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടി അവിടെ നിന്ന് അവർക്ക് കിതാബുകൾ വലത് കൈയിലോ ഇടത് കൈയിലോ കൊടുത്ത് പിന്നെ അവരുടെ കിതാബിലുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വിചാരണ ചെയ്ത് അതിനുശേഷം അവരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് സിറാത്ത് പാലത്തിൽ കൂടി കടത്തിവിടേണ്ടതുണ്ട്. ആ പാലം കടത്തുന്നതിന് മുമ്പായിട്ട് അല്ലാഹു തആല ഒരു ത്രാസ് വെച്ചിട്ടുണ്ട്. ആ ത്രാസിൽ വെച്ചാണ് ഈ മനുഷ്യരുടെ മുഴുവൻ അമലുകളെയും തൂക്കുന്നത്. അല്ലാഹു തആല തൂക്കി അവർക്ക് അതിന്റെ തീരുമാനം അറിയിക്കും. ഓരോ മനുഷ്യരും എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, നമ്മൾ തന്നെ ആലോചിച്ചോളി. നമ്മൾ ഓരോരുത്തരും, എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും വിളിച്ചവിടെ നിർത്തി നമ്മളുടെ കിതാബുകളെല്ലാം കയ്യിൽ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കും, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ കിതാബുകൾ മുഴുവനും ആ ത്രാസിന്റെ ഒരു തട്ടിലേക്ക് വെക്കാൻ. തിന്മകൾ എഴുതപ്പെട്ട കിതാബ് 2 മലക്കുകളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു സംസാരത്തിന്റെ ഒരു ചെറിയ വാക്ക് പോലും മനുഷ്യന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. ഒരു ചെറിയ പ്രവർത്തനം അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ കൊണ്ട് അവൻ ചെയ്യുകയില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് പോലും ആരെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ അവൻ ചിന്തിക്കുകയില്ല. ഈ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും മുഴുവനും അപ്പപ്പ തന്നെ 2 മലക്കുകൾ നമ്മളുടെ 2 സൈഡിലും ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി അവരെ കിറാമൻ കാത്തിബീൻ എന്ന പേരിൽ മലക്കുകളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് മുഴുവനും എഴുതിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് നാളെ മഹ്ശറയിൽ നമ്മളുടെ മുമ്പിൽ ഈ ഫയലുകൾ നമ്മളെ ഏൽപ്പിക്കും. നമ്മളെ തന്നെ ഏൽപ്പിക്കും. അല്ലാഹു തആല മലക്കുകളെ ആരെയും വായിക്കാൻ ഏൽപ്പിക്കുകയില്ല. നമ്മളുടെ പേരിലുള്ള ഫയലുകൾ വായിച്ച് കേൾപ്പിച്ച് എന്തെങ്കിലും കുറ്റത്തിന് പിടിച്ചുകൊണ്ട് പോയാൽ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോകുമ്പോൾ നമ്മൾ ചെയ്ത കുറ്റം എന്താണെന്ന് FIR വായിച്ച് കേൾപ്പിക്കണം. അറസ്റ്റ് ചെയ്യാൻ വരണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കണം കുറ്റം എന്താണെന്ന്. ചെയ്യാറില്ല, അത് വേറെ വിഷയം. പക്ഷെ നിയമം അതാണ്. അപ്പൊ കോടതിയിൽ പോയാലും നമ്മൾ ചെയ്ത കുറ്റങ്ങൾ മുഴുവനും എത്രയോ പേജുകൾ എഴുതിയേക്കുന്നത് വായിച്ച് കേൾപ്പിക്കും. വലിയ ഏടുകളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടാനൊന്നുമില്ല. അപ്പൊ സാധാരണ നമ്മളൊക്കെ കാണാറുണ്ട് കോടതിയിലൊക്കെ ഓരോരുത്തരുടെ കേസ്, ആ കേസിന്റെ ഫയലുകൾ എന്ന് പറഞ്ഞാൽ 5000 പേജ് 6000 പേജ് എന്നൊക്കെയാ പറയുന്നത്. അത്രയും പേജുകളാണ് കേസിന്റെ വിവരണങ്ങൾ എഴുതിയിരിക്കുന്ന അവരുടെ കേസ് ഡയറി. ഇത്രയും പേജുകളുള്ളതാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്കിന്ന് സാധാരണയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ ഏടുകൾ കാണുമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. അപ്പൊ എഴുതിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ നാളെ മഹ്ശറയിൽ കൊണ്ടുവരും മീസാനിന്റെ അടുക്കൽ. എന്നിട്ട് മഹ്ശറയിൽ നിന്നും അവനക്ക് കൊടുത്ത ഏട്, അവന്റെ ഫയല് അവൻ നോക്കിയാൽ കാണാത്ത അത്രയും ദൂരത്തിൽ, അവന്റെ കണ്ണെത്താത്ത അത്രയും ദൂരത്തിൽ വിശാലമായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്ന, മടക്കി വെച്ചേക്കുന്നത് ചുരുട്ടി അതിനെ നിവർത്തിയാൽ എവിടെയാണോ എത്തേണ്ടത് കാണുക പോലുമില്ല അതിന്റെ അരികെ. അത്ര വിശാലമായ 99 ഫയലുകൾ ഒരാളുടെ മുമ്പിൽ വിരിക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്റെയും നിങ്ങളുടെയൊക്കെ ഡയറിയാണ്, കേസ് ഡയറി കൊണ്ടുവന്ന് വിരിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു തആല പറയും, വായിക്കും. എന്റെ മലക്കുകൾ വായിച്ച് നിന്നെ കേൾപ്പിച്ച് അവരെ തെറ്റിച്ചു, ഇല്ലാത്തത് വായിച്ചു എന്നൊക്കെ നീ പറയും. നീ വായിച്ചു, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. എന്റെ മലക്കുകൾ വായിക്കൂല, നീ തന്നെ വായിക്കും, എല്ലാം വായിച്ചോളാം. മനുഷ്യൻ പറയും, അടുത്തവനെ ഞാനിത് എന്തിനാ വായിക്കുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. എന്റെ മലക്കുകൾ നിന്നെ എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ, ഇല്ലാത്തത് വല്ലതും എഴുതിയിട്ടുണ്ടോ, നീ ചെയ്ത ഏതെങ്കിലും നന്മ കുറച്ചിട്ടുണ്ടോ അവരെഴുതാതെ? മനുഷ്യൻ പറയും, ഇല്ല, ഞാൻ ചെയ്തത് മാത്രമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് മനുഷ്യനപ്പൊ കൈ കടിച്ചുകൊണ്ട് പറയും, വല്ലാത്ത കിതാബ്, ഇങ്ങനെ ഒരു കിതാബ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. മനുഷ്യൻ നമ്മളെല്ലാം പറയുമെന്ന് ഇങ്ങനെ ആരെഴുതി വെച്ചു? ഇത്രയും വലിയ കിതാബ് എന്തെങ്കിലും ഒന്ന് വിട്ടുപോകണ്ടേ? ചെറുതോ വലുതോ ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ലല്ലോ, ഇതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണല്ലോ എന്ന് നാം ഒക്കെ അത്ഭുതത്തിൽ പറയുമെന്ന് അല്ലാഹു തആല നമ്മളോട് നേരത്തെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇങ്ങനത്തെ കിതാബുകളെല്ലാം എഴുതുമെന്നിട്ട് വായിക്കാൻ പറയും. വായിക്കാൻ അവൻ നിൽക്കൂല, കാരണം വായിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു തആല പറയും അവനോട്, നിന്റെ ത്രാസ് തൂക്കാൻ പോകുന്നു, അങ്ങോട്ട് പോകാൻ പറയും. ഇതെല്ലാം കൊണ്ടുപോയി ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കും. തട്ടിൽ വെക്കുമ്പോ മറുതട്ട് ഇങ്ങനെ ആകാശത്തിലേക്ക് പൊങ്ങിപ്പോകും. നന്മയുടെ തട്ട്, തിന്മകൾ നിറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല മനുഷ്യനോട് പറയും, നിന്റെ എന്തെങ്കിലും നന്മകളുണ്ടോ? അവൻ പറയും, ഒന്നും കാണുന്നില്ല, ഇതെല്ലാം തിന്മകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലാ ദുൽമൽ യൗം, ഇന്ന് ആരെയും ആക്രമിക്കുകയില്ല, ആരോടും അനീതി ചെയ്യപ്പെടുകയില്ല, ആരുടെയും ഒരു നന്മയും കുറയ്ക്കുകയില്ല. നീ അറിഞ്ഞില്ലെങ്കിലും നിന്റെ ഒരു ചെറിയ നന്മ എന്റെ അടുക്കൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മൾ ചെയ്ത ഓരോരോ ചെറിയ കാര്യങ്ങളും നമുക്ക് വേണ്ടി നന്മയാണെങ്കിൽ നല്ലതിനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞ് അവനക്ക് ഒരു ചെറിയ കടലാസിന്റെ കഷ്ണം, ഒരു ചെറിയ കഷ്ണം അത് കൊടുത്തിട്ട് പറയും, നീ കൊണ്ടുപോയി ഇത് കൊണ്ടേ മറുതട്ടിൽ വെക്കാൻ പറയും. അപ്പൊ മനുഷ്യൻ പറയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. തങ്ങൾ പറയുന്നു, അവൻ പറയും, പ്രശ്വനെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്? അവിടെയാണെങ്കിൽ ഒരു തട്ട് നിറച്ചിങ്ങനെ കിടക്കാണ്. ആ തട്ടിന് താഴോട്ട് താഴാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് താഴാത്തതാണ്, മറുതട്ടിന് പൊങ്ങാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് പൊങ്ങാത്തതാണ്. അത്രയും നിറഞ്ഞു നിൽക്കുന്നു. ആ ഭാരം നിറഞ്ഞു നിൽക്കുന്ന തട്ടിന്റെ മറുവശത്ത് ഈ ചെറിയ കടലാസ് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യാനാ, എന്ത് കിട്ടാനാ? വേണ്ട. അല്ലാഹു തആല പറയും, ഓ നീ തൂക്കുന്നത് നോക്ക്, ഞാൻ ആരെയും ആക്രമിക്കുകയില്ല, എന്തെങ്കിലും കിട്ടുമെങ്കിൽ നിനക്ക് കിട്ടുമല്ലോ, പോകാൻ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിവൃത്തിയില്ലാത്ത മനുഷ്യൻ അവിടെ പോകും ത്രാസിന്റെ അടുക്കൽ. എന്നിട്ട് ഈ ചെറിയ കടലാസിന്റെ കഷ്ണം കൊണ്ടുപോയി ആ ത്രാസിന്റെ മറുതട്ടിൽ വെക്കും. മറുതട്ടിൽ വെക്കുമ്പോൾ ഈ ചെറിയ കഷ്ണത്തിന്റെ ഭാരം കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ ഭാരം തൂങ്ങിയ ആ ഏടുകളും പറന്നു പോകും. ഈ ഫയലുകൾ മുഴുവനും പറന്നു പോകും. കേസ് ഡയറി മുഴുവനും ഭാരമില്ലാത്തതായി മുകളോട്ട് പൊങ്ങിപ്പോകും. ഇത് ഭാരമുള്ളതാകും. എന്താ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കടലാസ് കഷ്ണത്തിൽ എഴുതിയിരുന്നത് ഇവന്റെ ഈമാനാണ്. കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനുഷ്യൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ശരിയായ വിശ്വാസത്തോടു കൂടിയും ഹൃദയത്തിൽ ഉറച്ചുകൊണ്ടും, നല്ല ഉറച്ച വിശ്വാസത്തിൽ അതിന്റെ അർത്ഥം ശരിയായ നിലയിൽ ഉറപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വണങ്ങൻ ആരാധിക്കപ്പെടാൻ യോഗ്യനായി അർഹനായി അല്ലാഹ് അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 10,000 പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയൊക്കെ എത്ര ദിക്ർ എഴുതുന്നു? 70,000 പ്രാവശ്യം 70,000 ദിക്ർ വലിയ ആൾക്കാർ വരെയുണ്ട്. അങ്ങനെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും ഇഖ്ലാസ് ഉള്ളതുമായിരിക്കണം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ കിടക്കും. അപ്പൊ ആ കടലാസിൽ അല്ലാഹുവിന്റെ നാമമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ നാമത്തോടൊപ്പം തുല്യമാകാൻ, ഭാരം തൂങ്ങാൻ, കിടപിടിക്കാൻ ലോകത്തെന്ത് വസ്തുവാ ഉള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ നാമത്തിനോടൊപ്പം ഒന്നും തൂക്കം കാണുകയില്ല എന്ന്. അങ്ങനെ ആ മനുഷ്യനെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ത്രാസ് വെക്കുന്നുണ്ട്. ത്രാസ് വെച്ച് തൂക്കിയാണ് നന്മകൾ തിന്മകൾ തീരുമാനിക്കുന്നത്. നന്മകളുടെ ഭാരം എങ്ങനെ അറിയാൻ പറ്റും? ഇഖ്ലാസിന്റെ പേരില്ല. അമലുകൾ ചെയ്തവർ ഒരുപാട് പേര് കാണും. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലാണോ എന്നുള്ളത് അവിടെ പോകുമ്പോഴേ അറിയാൻ പറ്റും. ഇഖ്ലാസ് ഉള്ള അമലുകൾ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഇഖ്ലാസ് ആണ് അമലിന് ഭാരമുണ്ടാക്കുന്നത്. അമലിന് ഭാരമുണ്ടാക്കുന്നത് ഇഖ്ലാസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദർഭത്തിൽ പറഞ്ഞു,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കി ഇഖ്ലാസോട് കൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നയാ പൈസ ചെറിയ എന്തെങ്കിലും ഒരു സദഖ ചെയ്തു, ചെറിയ സദഖ, ഒരു കാരക്ക സദഖ ചെയ്തു, 1 കിലോയോ 10 കിലോയോ അല്ലെങ്കിൽ ഒരു ലോഡ് കാരക്കായോ ഒക്കെ ആൾക്കാർ വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ. ഇപ്പൊ റമദാൻ വരുമ്പോൾ, റമദാൻ മാസം വരുമ്പോൾ ഓരോ പള്ളിയിൽ റമദാനിന് നോമ്പ് മുറിക്കാനുള്ള കാരക്ക, ഈത്തപ്പഴം മുഴുവൻ ഞാൻ തന്നേക്കാവുന്ന നേരത്തെ തന്നെ ഏറ്റേക്കാണ് ഓരോരുത്തർ പേര് കൊടുത്ത്, വേറെ ആർക്കും മേടിക്കാൻ അവസരം കൊടുക്കാതെ. അല്ലാഹു തആല അവരുടെ എല്ലാ അമലുകളും കബൂലാക്കട്ടെ. പക്ഷെ അല്ലാഹു തആല കബൂലാക്കാതെ എങ്ങാനും പോയാൽ അത്രയും ഒന്നും വേണ്ട. കബൂലാക്കിയാൽ ഒരു ചെറിയ സദഖ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഷ്ടപ്പെട്ട് ഇഖ്ലാസോട് കൂടി ആരെങ്കിലും ചെലവാക്കിയാൽ ഫഇന്നല്ലാഹ യഖ്ബലുഹു ബിയമീനിഹി, അല്ലാഹു തആല അവന്റെ വലത് കൈയിൽ അതിനെ ഏറ്റുവാങ്ങും. അല്ലാഹുവിന്റെ വലത് കൈയിൽ അതിനെ ഏറ്റുവാങ്ങും അല്ലാഹു തആല. സുമ്മ യുറബ്ബിഹാ ലഹു കമാ യുറബ്ബി അഹദുകും ഫലുവഹു, നിങ്ങളിൽ ആരെങ്കിലും തനിക്കൊരു കുതിര പ്രസവിച്ച് കുതിരക്കുട്ടിയെ കിട്ടിയാൽ അതിനെ എത്ര ലാളനയോടുകൂടി എത്ര സൂക്ഷ്മതയോടുകൂടി അതിനെ വളർത്തി പരിപാലിച്ച് കൊണ്ടുവരുമോ അങ്ങനെ അല്ലാഹു തആല ഈ സദഖയെ വളർത്തിക്കൊണ്ടേയിരിക്കും. ഹത്താ തകൂന മിസ്ല ഉഹദിൻ, അവസാനം അത് വളർന്ന് 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 ചെറിയ സദഖ, ഒരു കാരക്ക, പക്ഷെ അത് ഉഹദ് മലയോളമുള്ള കാരക്കയായിട്ട് മാറും. ഇതിനെയാണ് നാളെ മീസാനിൽ വെച്ച് തൂക്കുന്നത്. അല്ലാതെ ഇവിടെ കൊടുത്ത ഒരു കാരക്ക അല്ല തൂക്കുന്നത്, മീസാനിൽ ഇതാ തൂക്കുന്നത്. മനുഷ്യന്റെ അമലുകളുടെ ഭാരം അവിടെയാണ് ഉണ്ടാകുന്നത്. ഇഖ്ലാസ് അനുസരിച്ചാണ് ഭാരം വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല അങ്ങനെ തൂക്കുന്നതിന് വേണ്ടി മീസാൻ വെച്ചിട്ടുണ്ട്, ത്രാസ് വെച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് മുൻകാലം മുതലേ ഇതിന്റെ നിഷേധമാണ്. ഒരാൾ നമസ്കരിച്ചാൽ അതിനെ പിടിച്ച് എങ്ങനെ വെച്ച് തൂക്കും? ത്രാസിൽ എങ്ങനെ കൊണ്ടുവന്ന് വെക്കും? ത്രാസിൽ ജഡമില്ലാത്ത വസ്തുക്കൾ വെച്ച് തൂക്കാൻ സാധിക്കുകയില്ല എന്ന് മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അവന്റെ ബുദ്ധി മുൻനിർത്തി അവൻ പറയുന്നു, അമലുകളെ തൂക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തിനാ അല്ലാഹു തആല തൂക്കുമെന്ന് പറഞ്ഞത്? നമുക്ക് ആ നീതി നടപ്പാക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞത്. കോടതിയിലൊക്കെ നീതി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിന്റെ എംബ്ലം വെച്ചിരിക്കുന്നത് ത്രാസാണല്ലോ. ത്രാസ് വെച്ച് തൂക്കിയാലേ ഉള്ളൂ നീതി കിട്ടുള്ളൂ. എണ്ണിയാ നീതി കിട്ടൂല. അമലുകൾ എണ്ണിയാ എത്ര വേണമെങ്കിലും എണ്ണാം ചെയ്യുന്നത്. നമ്മളൊക്കെ എത്രയോ റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു റക്അത്ത് പോലും സഹാബാക്കളുടെ റക്അത്തിന്റെ കൂടെ വെക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് എണ്ണം അവിടെ എടുക്കാൻ പറ്റൂല. എണ്ണം എടുത്താൽ ചിലരൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തവരായിട്ടില്ലേ. അതുകൊണ്ടാണ് അല്ലാഹു തആല തൂക്കാൻ വേണ്ടി ത്രാസ് വെച്ചിരിക്കുന്നത്. ത്രാസിൽ ഭാരം അമലുകളുടെ ഇഖ്ലാസിനാണ്, അമലുകൾക്കല്ല. അപ്പൊ അതുകൊണ്ട് ഇഖ്ലാസുള്ള അമല് കൊണ്ടുപോയി വെച്ചാൽ ഭാരം ഉണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ തൂക്കും ആളുകൾ. കുറെ ആളുകൾ ഓരോ കാലത്തും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ഈമാനിനെ സംശയത്തിലാക്കുന്നവർ, അള്ളാഹുവിന്റെ കൽപ്പനകളെ എതിർക്കുന്നവർ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളെ വിമർശിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, ഇല്ല എന്ന് പറയുന്നവർ, ഇങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ ഒരുപാട് പേരിൽ ഉടലെടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കാലത്തും ചില വിഭാഗങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു തൂക്കുമൊന്നുമില്ല, അത് വെറുതെ പറയുന്നതാണ്. മീസാൻ അവിടെ എന്ത് തൂക്കാനാ? തൂക്കണമെങ്കിൽ നിസ്കാരവും നോമ്പ് എവിടെ പിടിച്ചു വെച്ചാൽ തൂക്കുന്നത്? തൂക്കില്ല. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അധ്യായം തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാമല്ലോ, എല്ലാം തൂക്കുമല്ലേ. കാറ്റിന്റെ ഭാരം എത്രയാ? മിന്നലിന്റെ ഭാരം എത്രയാ? ഒരാളെ ആരെങ്കിലും ഒന്ന് ഇടിച്ചു, ഇടിയുടെ ഭാരം എത്രയാ? സംസാരത്തിന്റെ വെയിറ്റ് എത്ര? എല്ലാത്തിനും വെയിറ്റ് എടുക്കുന്ന കാലമായിരുന്നു. അങ്ങനത്തെ ഉപകരണങ്ങൾ വന്നുപോയി. അപ്പൊ ഇതുകൊണ്ട് ഇന്ന് നമുക്കിന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളാരും സംശയിക്കുകയില്ല. പിന്നെ ഇസ്ലാമിനോട് വിരോധം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ മനസ്സിൽ സംശയം വരുമെന്നേ ഉള്ളൂ. അങ്ങനത്തെ ആളുകളാണ് സംശയിപ്പിക്കുന്നത്. ഇന്നെല്ലാം ഇത് തെളിഞ്ഞു പോയ കാര്യമാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം വിശ്വസിക്കാതെ അതിനെ വിമർശിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മറുപടിയായിട്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഈ അധ്യായത്തിൽ പറയുന്നത്, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അല്ലാഹു തആല പറഞ്ഞു, ഞാൻ ത്രാസ് സ്ഥാപിക്കുമെന്ന്. ത്രാസി തൂക്കുമെന്നല്ല അല്ലാഹു പറഞ്ഞത്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീതിയായ ത്രാസ് ഞാൻ സ്ഥാപിക്കും, എന്നിട്ട് അതിലെല്ലാം തൂക്കുമെന്ന്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലാ തുളമു നഫ്സുൻ ശൈആ, ആരുടെയും ഒരു നന്മയും കുറയ്ക്കപ്പെടുകയില്ല. എല്ലാവരുടെ നന്മയും അവിടെ കൊണ്ടുവന്ന് തൂക്കും, ആർക്കും ഒരു കുറവും വരികയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അല്ലാഹു തആല പറഞ്ഞു, ആരുടെയെങ്കിലും ഒരു നന്മ ഒരു അണുവിന്റെ അളവോളം ഉണ്ടെങ്കിലും
അതൈനാ ബിഹ, ഞാൻ അതും കൊണ്ടുവരും ഇവിടെ, അതുപോലും കുറയ്ക്കുകയില്ല. വകഫാ ബിനാ ഹാസിബീൻ, കമ്പ്യൂട്ടർ ഒന്നും വേണ്ട അവിടെ, എല്ലാവരും ഞാൻ തന്നെ മതി കണക്കെടുക്കാൻ, എനിക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല എന്നുള്ളത്. ഹാസൂബൊന്നും വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ഞാൻ തന്നെ കണക്കെടുത്തോളാം. അല്ലാഹു തആല അതിന്റെ മുഴുവൻ കണക്ക് എത്ര ചെറുത്. വകഫാ ബിനാ ഹാസിബീൻ. കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ഭാഗിക്കാൻ വേണ്ടി നമ്മൾ അടിച്ചു കൊടുത്താൽ എങ്ങനെ 5 5 5 5 5 5 5 5 6 6 6 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ ഭാഗങ്ങൾ എഴുതി 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 എഴുതിയൊക്കെ പോകുന്നതാണ്. എത്ര ഡിജിറ്റൽ കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കും, എണ്ണം കിട്ടൂല. അത്രയും ചെറുതായിട്ട് ഭാഗിച്ച് ഭാഗിച്ച് മൈക്രോ അളവിൽ വരും ഭാഗിച്ച് ലക്ഷത്തിന്റെ അംശം പോലും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, അങ്ങനത്തെ നിങ്ങളുടെ ഈ കൊള്ളാത്ത കമ്പ്യൂട്ടർ ഒന്നും എൻ്റെ അടുക്കൽ വേണ്ട. എൻ്റെ അടുക്കൽ ഒരുപാട് അക്കങ്ങളുണ്ട്, ഒരുപാട് ഡിജിറ്റ് ഉണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒതുങ്ങൂല്ല, എൻ്റെ അടുത്തുണ്ട്. വകഫാ ബിനാ ഹാസിബീൻ, ഞാൻ അതിന് കണക്കെടുത്തോളാമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഈ ആയത്ത് കൊണ്ടുവന്ന് അവരോട് പറയുകയാണ്, അല്ലാഹു തആല ത്രാസ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾ തൂക്കാൻ പറ്റൂല എന്നല്ലേ പറയുന്നത്. അല്ലാഹു തആല ത്രാസ് സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ഥാപിക്കുക തന്നെ ചെയ്യും. പിന്നെ എന്തിനാ നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത്, അള്ളാഹുവിനെ അനുസരിക്കാത്തത്? എന്നിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറഞ്ഞു, അന്ന അഅമാല ബനി ആദമ വഖൗലഹും യൂസൻ, മനുഷ്യരുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ സംസാരവും അതിൽ വെച്ച് തൂക്കും. ഓരോ വചനങ്ങളും, അവന്റെ നാവിൽ നിന്ന് വന്ന ഓരോ വചനങ്ങളും തൂക്കും. മനുഷ്യൻ സംസാരിക്കുന്നത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞൊരു പ്രാവശ്യം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, സദഖയെ കുറിച്ച്, രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നതിനെ കുറിച്ച്, നഫ്ൽ നോമ്പ് വെക്കുന്നതിനെ കുറിച്ച്, ഉപകാരം ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. തെറ്റുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവന അദുല്ലു അലാ മിലാക്കി ദാലിക കുല്ലിഹി, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നടക്കണമെങ്കിൽ അതിന്റെയൊക്കെ അച്ചുതണ്ട്, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ മുആദ് എന്ന് ചോദിച്ചു. ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെ പറയണമെന്ന് അറിയണമല്ലോ, എന്നാലല്ലേ എനിക്ക് പറ്റുള്ളൂ സൂക്ഷിക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖദ ബിലിസാനിഹി, തങ്ങളുടെ നാവ് കൊണ്ട്, തങ്ങളുടെ വിരൽ കൊണ്ട് നാവിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, നീ നാവിനെ പിടിച്ചു വെച്ചോളണം, സൂക്ഷിച്ചോളണം. ഇതിൽ നിന്ന് വരുന്നത് വല്ലാത്ത കുഴപ്പമുള്ളതാണ് കേട്ടോ, നാവിനെ സൂക്ഷിക്കണം, എന്നാ ബാക്കി എല്ലാ കാര്യവും ശരിയാകും. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിക്കുന്ന സംസാരവും ഞങ്ങളോട് ചോദിക്കപ്പെടുകയും അതിന്റെ പേരിൽ ഞങ്ങളെ പിടിക്കപ്പെടുകയും ചെയ്യുമോ തങ്ങളെ? വർത്താനം പറഞ്ഞാലും അതും അല്ലാഹു തആല ചോദിക്കുമോ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദ് നിനക്ക് കുറച്ച് കാര്യബോധം ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്, നീ ഇത്രയും പഠിപ്പില്ലാത്തവനാ, നിന്റെ ഉമ്മ നിന്നെ പഠിപ്പിച്ചിട്ടില്ല, ഉമ്മായും മരിച്ചുപോയി, നീയും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിന്റെ ഉമ്മ നിന്ന് ദുഃഖിച്ച് കരയുകയാണ് എന്ന് ഞാൻ തോന്നിപ്പോകുന്നല്ലോ. സഖിലക ഉമ്മുക യാ മുആദ്, സഖിലക ഉമ്മുക യാ മുആദ് വഹൽ യകുബ്ബു الناس في النار على مناخرهم ഇല്ലാ ഖസാഇദു അൽസിനതിഹിം. മുആദ്, ആളുകളെ നരകത്തിൽ മുഖം കുത്തി മൂക്കുകൂത്തി പിടിച്ചിടുന്നത് അവരുടെ നാവുകളിൽ നിന്ന് വരുന്ന സംസാരത്തിന്റെ പേരിലായിരിക്കും. ഇത് നിനക്ക് അറിഞ്ഞുകൂടെ മുആദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ചെറിയ വചനങ്ങൾ പോലും തൂക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഈ ആയത്തിന്റെ തെളിവ് വെച്ചിട്ട് പറയുന്നു, അന്ന അഅമാല ബനി ആദമ വഖൗലഹും യൂസൻ, ബനി ആദം മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ വചനങ്ങളും നാളെ അവിടെ വെച്ച് തൂക്കപ്പെടും, പറയുന്നതും തൂക്കും. പിന്നെ ആയത്ത് വന്നാൽ ആയത്തിൽ എവിടെയെങ്കിലും ഒക്കെ വന്നിട്ടുള്ള ചില വചനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ പതിവാണ്. അത് വെച്ച് പറഞ്ഞു, വഖാല മുജാഹിദുൻ അൽ ഖിസ്സാസു അൽ അദ്ലു ബിർറൂമിയ്യ. മുഫസ്സിരീങ്ങളുടെ ഇമാമായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഖുർആനിൽ ഒരു സ്ഥലത്ത് ഖിസ്സാസ് വസിനു ബിൽ ഖിസ്സാസിൽ മുസ്തഖീം, ഖിസ്സാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഖിസ്സാസ് എന്ന് പറഞ്ഞാൽ അത് റോമൻ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം നീതി, നീതിയായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുന്നു. വയഖാലു അൽ ഖിസ്തു മസ്ദറുൽ മുഖ്സിത് വഹുവൽ ആദിൽ. ഖിസ്ത്
മുഖ്സിദ് എന്ന പദത്തിൽ നിന്നും ആ ഇസ്മു ഫാഇലിന്റെ മസ്ദറാണ് ഖിസ്ത് എന്നാണ് പറയപ്പെടുന്നത്. മുഖ്സിദ് എന്ന് പറഞ്ഞ വഹുവൽ ആദിൽ, നീതിമാൻ എന്നാണ് അർത്ഥം. വഅമ്മൽ ഖാസിദു ഫഹുവൽ ജായിർ എന്ന ജായിദായ ഹർഫുകളെല്ലാം കളഞ്ഞിട്ട് ഖാസിദ് ഖസത എന്ന മുജറദായ ഫീലിൽ നിന്നും ഫാഇൽ വന്നാൽ അതിന്റെ അർത്ഥം ജായിർ, നീതി ഇല്ലാത്തവൻ, അക്രമി എന്നാണ്. വഅമ്മൽ ഖാസിദൂന ഫകാനൂ ലിജഹന്നമ ഹതബ, ഖുർആനിൽ ഖാസിദ് വന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം ജായിർ, അക്രമി എന്നാണ് എന്ന പദത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഇനി ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അല്ലാഹു തആല ത്രാസ് സ്ഥാപിക്കും, എല്ലാം തൂക്കുമെന്ന് പറഞ്ഞു. വചനങ്ങൾ തൂക്കുമെന്നുള്ളതിന് എന്താ തെളിവ്? ആയത്തിൽ അത് പറഞ്ഞില്ലല്ലോ. ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ ഹദീസിൽ മനുഷ്യരുടെ വചനങ്ങളെ തൂക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഭാരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസ് നിവേദനം ചെയ്യുകയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തിയ മുഴുവൻ ഇടയ്ക്കുള്ള ആളുകളുടെയും പേര് പറഞ്ഞാണ് ഹദീസ് പറയുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ വായിച്ചു, ഈ ഹദീസ് ഇവിടം വരെ എത്തിയത് നമ്മൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് തങ്ങളിൽ നിന്ന് കേട്ട സഹാബി നമുക്ക് പറഞ്ഞു തന്നു. സഹാബിയിൽ നിന്ന് താബിഈ കേട്ടു, അദ്ദേഹം പറഞ്ഞു. താബിഈയിൽ നിന്ന് തബഉ താബിഈ കേട്ടു, അദ്ദേഹത്തിന് ശേഷം അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യൻ കേട്ടു. പിന്നെ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറഞ്ഞു കൊടുത്തു, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പരമ്പരയായി നമ്മൾ വായിച്ചപ്പോൾ കേട്ടു. ഇന്ന് നമ്മൾ ഈ ഹദീസ് വായിക്കുമ്പോൾ ഈ വായിക്കുന്ന ആളുകൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മുറിയാത്ത പരമ്പര. ആരെല്ലാം ഇതിനിടയിൽ ഈ ഹദീസ് പഠിപ്പിച്ചവർ, ആരിൽ നിന്ന് ആര് പഠിച്ചോ അത് മുഴുവനും ഇവിടെ വായിച്ച് കേൾപ്പിച്ചു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് വരെയുള്ള, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹവും പറയും. ഇതാണ് ഹദീസിന്റെ പ്രത്യേകത. സഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 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 എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചു പറയുകയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരോടാണ് പറഞ്ഞത്? ഏത് സഹാബിയാണ് ആ ഹദീസ് നബിതങ്ങളിൽ നിന്ന് കേട്ടു പറഞ്ഞത്? ആ സഹാബിയിൽ നിന്ന് ആരാണ് കേട്ടത്? അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു? ഇത് ചോദിക്കപ്പെടും. എന്നിട്ട് കേട്ട ആളുകൾ യോഗ്യരാണോ, സ്വീകരിക്കാൻ പറ്റുന്നവരാണോ, അംഗീകാരമുള്ളവരാണോ, അവരെക്കുറിച്ച് വിമർശനമുള്ളവരാണോ, അവരേതെങ്കിലും ആദർശ വ്യത്യാസമുള്ളവരാണോ, അവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ദൂഷ്യങ്ങളുണ്ടോ, അവരുടെ സംസാരം നേരെയാണോ, അവർ നല്ല ഓർമ്മശക്തി ഉള്ളവരാണോ, ഹദീസ് പഠിച്ചു വെച്ചിട്ട് അവരെങ്ങാനും ഓർമ്മക്കുറവ് വന്ന സമയത്ത് വല്ല രോഗത്തിലോ അപകടത്തിലോ പെട്ടോ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ പേരിൽ അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടതിന് ശേഷമാണോ ഇത് പറഞ്ഞത്, അത് നേരത്തെ പറഞ്ഞു തന്നതാണോ? ഓർമ്മയുണ്ടാകും, ചെറുപ്പകാലത്ത് നല്ല ഓർമ്മയുണ്ടാകും, പക്ഷെ വയസ്സാകുമ്പോൾ അത്രയും ഓർമ്മ കാണൂല. അപ്പൊ ചിലപ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോകും. ആ സമയത്താണ് ഒരാൾ പഠിച്ചതെങ്കിൽ നമ്മൾ പറയും വലിയ മഹാനായ ശൈഖിന്റെ അടുത്ത ഹദീസ് പഠിച്ചത്. മുഹദ്ദിസീങ്ങൾ പറയും അദ്ദേഹത്തിന് ഓർമ്മശക്തി ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് ലബത്തു സദറില്ല, അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം കണ്ടിട്ട് ഹദീസ് സ്വീകരിക്കും. മുഹദ്ദിസീങ്ങൾ അങ്ങനെ സ്വീകരിക്കില്ല, കാരണം അതിൽ തെറ്റുവരാൻ സാധ്യതയുള്ളത് കൊണ്ട്. ഈ നിലയിൽ പരിശോധിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച ആളുകളിൽ നിന്ന് മാത്രമേ ഹദീസ് ശേഖരിക്കാറുള്ളൂ. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സനദ് പറയുകയാണ്. വബിഹി ഖാല ഹദ്ദസനാ അഹ്മദ് ബിൻ ഇസ്ഖാഖ് ഖാല ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഫുളൈൽ അൻ ഉമാറത ബിൻ അൽ-ഖഅഖാഇ അൻ അബീ സുർഅത അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദ് അഹ്മദ് ബിൻ ഇസ്ഖാഖ്, അദ്ദേഹത്തിന്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ ഫുളൈൽ, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഉമാറത്ത് ബിൻ ഖഅഖാ, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇമാം അബൂ സുർഅ. ഇമാം അബൂ സുർഅ റഹിമഹുല്ലാഹ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹിയുടെ കാലത്തുള്ള മുഹദ്ദിസാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹിയേക്കാൾ പ്രായമുള്ള ആളാണ്. അദ്ദേഹം സഹാബാക്കളിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഇമാം അബൂ സുർഅ റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്നു അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഈ ഹദീസ് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് പേടിയൊന്നുമില്ല. ഇന്നയാള് പറഞ്ഞു, ഇന്നയാള് കേട്ടു പറഞ്ഞതാണ്, ഇന്ന ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്, അദ്ദേഹത്തിൽ നിന്ന് ഇന്ന ശിഷ്യം പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പരമ്പര ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചതാണ്. അതിനർത്ഥം ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് നമ്മളോട് പറഞ്ഞതുപോലെയാ കേൾക്കുന്നത്. ഈ ഹദീസ് അത്ര നമുക്ക് വിശ്വാസയോഗ്യമാണ്, ഉറപ്പാണ്. അതിന്റെ പരമ്പരയിൽ പറയപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച്
ആരോട് അന്വേഷിച്ചാലും ഏത് കിതാബിൽ നോക്കിയാലും അവരുടെ മുഴുവൻ ചരിത്രവും നമുക്ക് കിട്ടും. അവർ അംഗീകരിക്കപ്പെടാവുന്നവരാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ആളുകൾ വഴിയായി നമുക്ക് കിട്ടിയ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തിൽ പറഞ്ഞല്ലോ ത്രാസ് സ്ഥാപിക്കുമെന്ന്, അതിൽ വചനങ്ങൾ മനുഷ്യന്റെ സംസാരം തൂക്കുമോ? നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമതാനി, രണ്ട് വചനങ്ങളുണ്ട്, രണ്ട് വചനങ്ങൾ. എന്നിട്ട് ആ വചനങ്ങൾക്ക് നബി തങ്ങൾ 3 വിശേഷണങ്ങൾ പറഞ്ഞു. ഒന്ന് ഹബീബതാനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ 2 വചനങ്ങൾ. അള്ളാഹുവിന്റെ ദിക്ർ, ഒരുപാട് ദിക്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്, ഓതുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വചനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ട വചനമാണ് ഈ 2 വചനങ്ങൾ. ഹബീബതാനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യണമല്ലോ, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ എല്ലാവർക്കും സംശയം തോന്നും, പഠിച്ചവനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞു, അപ്പൊ അത് വലിയ വചനങ്ങളായിരിക്കും, നമുക്ക് ഓടാൻ പറ്റാത്തതായിരിക്കും, നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിരിക്കും, എല്ലാവർക്കും അത് പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തതായിരിക്കും. അതുകൊണ്ടാണല്ലോ അള്ളാഹു തആലയ്ക്ക് അത്രയും ഇഷ്ടമാകുന്നത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പേടിക്കണ്ട, ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് അത് ഉച്ചരിക്കാൻ വളരെ ഭാരം കുറവാണ്, ലളിതമാണ്, വളരെ എളുപ്പമായതാണ്. ഒരു ഭാരവുമില്ല നാവിന്. അതിന്റെ അക്ഷരങ്ങൾ പറയാനോ ആ വചനങ്ങൾ ഉച്ചരിക്കാനോ അതിനെ മനഃപ്പാഠമാക്കാനോ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കാനോ ഒന്നും ഒരു പ്രയാസവുമില്ല. ഖഫീഫതാനി അലൽ ലിസാൻ, അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണെങ്കിലും എല്ലാവർക്കും അത് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ ലളിതമാണ്. എന്നിട്ട് 3ാമത്തെ വിശേഷണം പറഞ്ഞു, നാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ പറയാവുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട 2 വചനങ്ങളാണ്. സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അമലുകൾ തൂക്കുമ്പോൾ ഇതിന്റെ ഭാരം വളരെ കൂടുതലായിരിക്കും. ചെറിയ വചനങ്ങളാണെങ്കിലും അത് ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ മീസാനിൽ വലിയ ഭാരം തൂങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയുന്നത്? ഈ വചനങ്ങൾ മീസാനിൽ വെച്ച് തൂക്കുമെന്നും ഇതിന് വലിയ ഭാരമുണ്ടാകുമെന്നും, ഇത് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനക്ക് അവന്റെ മീസാനിൽ വലിയ നന്മകൾ നിറഞ്ഞതായിട്ട് അവന് കിട്ടുമെന്നും, ഇപ്പൊ ഉറപ്പായി മീസാൻ ഉണ്ടെന്നും മീസാനിൽ തൂക്കുമെന്നും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറയുന്നു, മനുഷ്യനോട് തുടക്കത്തിൽ വഹിയും പറഞ്ഞ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് കിതാബിന്റെ ആരംഭം തുടങ്ങിയത് വഹിയാണ്. കാരണം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ മനുഷ്യരിലേക്ക് വന്നു ചേരുന്നത് വഹി മുഖേനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടു കൂടി വഹി തീർന്നു. അല്ലാഹു തആല ദീനിനെ പൂർണ്ണമാക്കി. ആ വഹിയാണ് നമ്മളുടെ മുമ്പിൽ ഖുർആൻ ശരീഫിന്റെ രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ളത്. വേറെ ഒന്നിന്റെയും ആവശ്യമില്ല, ഖുർആൻ മതി. പിന്നെ അത് മനസ്സിലാക്കാൻ ഖുർആനിന്റെ ആയത്തുകളുടെ വിശദീകരണങ്ങൾ മനസ്സിലാക്കണോ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വന്ന വിശദീകരണം പരിശുദ്ധമായ ഹദീസുകൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കിതാബ് പോലെ പരിശുദ്ധമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതും യഥാർത്ഥത്തിൽ വഹിയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അറിയിക്കപ്പെട്ട വിശദീകരണം തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. തങ്ങളോട് ഖുർആനിന്റെ അവതരണ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, തങ്ങളെ ഇത് കേട്ട് മറന്നു പോകുമെന്നോ, അതിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാതെയായി പോകുമെന്നോ, അതിന്റെ അർത്ഥമോ ആശയമോ തെറ്റിപ്പോകുമെന്നോ തങ്ങൾ പേടിക്കണ്ട, മിണ്ടാതിരുന്ന് കേട്ടാ മതി, വിശദീകരണം ഞാൻ അറിയിച്ചു തന്നോളാം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഖുർആനിനെ ഞാൻ മനഃപ്പാഠമാക്കി തന്നോളാം, ഞാൻ ഹൃദയത്തിൽ ഉറപ്പിച്ചു തന്നോളാം, അതിന്റെ വിശദീകരണവും എന്റെ ഭാഗത്തു നിന്ന് ഞാൻ അറിയിച്ചു തന്നോളാം. അപ്പൊ അള്ളാഹുവിൽ നിന്നും അറിയിക്കപ്പെട്ട വിശദീകരണമാണ് ഹദീസുകളുള്ളത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, അതും വഹിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ച് ഇട്ടുകൊടുത്ത വഹിയാണ്. ഖുർആനിന്റെ വിശദീകരണത്തിന് വേണ്ടി തങ്ങളുടെ ജോലിയും വിശദീകരിക്കലാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഖുർആനിന്റെ വിശദീകരണമാണ് തങ്ങളുടെ ജോലി, അത് വിവരിച്ചു തന്നു ഹദീസുകൾ. അതുകൊണ്ട് ഹദീസിൽ ഈ ഖുർആനിന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.
വഹിയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ വരാനുള്ള വഴിയെന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്താ? ഈമാൻ. ഈമാനിനെ കുറിച്ച് പറഞ്ഞു കിതാബുൽ ഈമാൻ. ആ ഈമാൻ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ഈമാനിന് ശേഷം നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, ഇടപാടുകൾ, കച്ചവടങ്ങൾ, പിന്നെ കുടുംബജീവിതം, വിവാഹം, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഇബാദാത്ത്, ഈമാനിയാത്ത് ആദ്യം പറഞ്ഞു. പിന്നെ ഇബാദാത്ത്, മുആമലാത്ത്, മുആസറാത്ത്, അഖ്ലാഖ്, മറ്റുണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും പറഞ്ഞിട്ട് അവസാനമായിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ കൊണ്ടുവന്ന് അവസാനത്തിൽ പറയുന്നു, ഇതൊക്കെ നീ ചെയ്തു ശരിയാണ്, പക്ഷെ നീ ചെയ്തതിനെ കുറിച്ച് നീ തന്നെ പരിശോധിച്ച് നോക്കിക്കൊള്ളണം. ത്രാസിൽ തൂക്കാൻ പറ്റുമോ, മീസാനിൽ ഇതെവിടെയെങ്കിലും നിനക്ക് ബലം ചെയ്യുമോ എന്നുള്ളത് നീ പരിശോധിച്ച് നോക്കിക്കൊള്ളണം. കാരണം മീസാനിൽ വെച്ച് തൂക്കാതെ നിന്നെ വിടുകയില്ല. മീസാനിൽ നിന്റെ അമലുകൾ തൂക്കിയതിന് ശേഷം അതിന്റെ അളവനുസരിച്ചാണ് നിന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ പാലത്തിൽ കൂടി അപ്പോഴേ കടക്കാൻ പറ്റുള്ളൂ. പാലത്തിൽ കൂടി നീ കടന്നു പോകണം. ചില ആളുകൾ പാലം തൊടാതെ കടന്നു പോകും, മിന്നൽ പോലെ. ചില ആളുകൾ പാലം തൊടാതെ കാറ്റിന്റെ വേഗതയിൽ കടന്നപ്പുറത്ത് പോകും സ്വർഗത്തിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ വേഗതയിൽ ഓടുന്ന കുതിരകളെ പോലെയോ വളരെ വേഗതയിൽ ഓടുന്ന ഒട്ടകങ്ങളെ പോലെയോ ഒക്കെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാകും. പിന്നെ കുറെ ആളുകൾ ഇങ്ങനെ നടന്നൊക്കെ പോകും. ചിലർ വേച്ച് എങ്ങനെയെങ്കിലും ഇരുന്നും വീണും എണീറ്റും ഇരുന്നും വീണും എണീറ്റും പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാലത്തിന്റെ രണ്ട് സൈഡിലും പിടിക്കാൻ വേണ്ടി കൊളുത്തുകൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നീണ്ടു വരും. അതുപോലെ ചില കുറ്റികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാന്തം വെച്ചിട്ടുണ്ട്. ആ കാന്തം പോകുന്ന മനുഷ്യനെ കയറി അങ്ങ് പിടിക്കും. ഇരുമ്പിലേക്ക് കയറി കാന്തം പിടിക്കുന്നത് മാതിരി ഈ കൊളുത്ത് വന്ന് ഇങ്ങനെ മനുഷ്യനെ ചേർത്ത് ഒട്ടിപ്പിടിച്ചിട്ട് വലിക്കും. സിറാത്തിൽ ഖതാതീബ് വ കലാലീബ് വ ഹസക. ഖതാതീബ് ഉണ്ട്, കലാലീബ് ഉണ്ട്, ഹസക ഉണ്ട്. പിടിക്കുന്ന മുള്ളുണ്ട്, കൊളുത്തുണ്ട്, കാന്തമുണ്ട്. റാഞ്ചി പിടിക്കും, അത് എടുത്തോണ്ട് പോകും. പിടിച്ച് പെട്ടെന്ന് ഓടിപ്പോകാമെന്നോ അല്ലെങ്കിൽ നടക്കാമെന്നോ വിചാരിക്കുമ്പോൾ ഇതിങ്ങനെ കാന്തം വന്ന് പിടിച്ച് താഴത്തേക്ക് വലിച്ചിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആൾക്കാർ പരിക്കൊന്നും ഏക്കാതെ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും കടന്നു പോകും. ചില ആൾക്കാർ പോകുന്നവർ പരിക്കേറ്റിട്ട് ചില ആളുകൾ പരിക്കേറ്റ് കടന്നു പോകും. ഈ കൊളുത്തെല്ലാം പിടിച്ചാലും അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പിടിച്ച് ഒഴിവാക്കി പോകും. കൈയും കാലും എല്ലാം മുറിഞ്ഞ ശരീരത്തിലെല്ലാം പരിക്കായിട്ട് അപ്പുറത്തേക്ക് പോകും, രക്ഷപ്പെടും. ചില ആളുകൾ ഈ കൊളുത്തിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, കൊളുത്ത് പിടിച്ച് നരകത്തിലേക്ക് കളയും. അങ്ങനെയാണ് സിറാത്ത് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്നു, എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പറഞ്ഞാലും ത്രാസ് ഉണ്ട്. ആ ത്രാസിൽ തൂക്കിയിട്ട് നിനക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഓർമ്മ വേണം. നീ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളും ഓരോ വചനങ്ങളും നിന്റെ നാവിൽ നിന്ന് പുറത്തേക്കൊരു സംസാരം വരുമ്പോൾ നീ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത് ത്രാസിൽ തൂക്കുമ്പോൾ എത്ര ഭാരമുള്ളതായിരിക്കും. തിന്മയുടെ തട്ടിൽ വെക്കുമോ നന്മയുടെ തട്ടിൽ വെക്കുമോ, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെ ആയിരിക്കണം. നിന്റെ അമലുകൾ, ഇബാദത്തുകൾ നീ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സദഖ ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചെയ്യുന്നു, എന്തെല്ലാം ചെയ്താലും ഇതാ ത്രാസിൽ എങ്ങനെ തൂക്കുമെന്നുള്ളതിനെ കുറിച്ച് നീ ഇവിടുന്ന് അങ്ങ് കണക്കെടുത്തോണ്ട് പോയാൽ മതി. അവിടെ പോയിട്ട് വേറെ ഒന്നും നോക്കാൻ നിൽക്കേണ്ട, ത്രാസ് ഉണ്ട്. അതുകൊണ്ട് സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ തൂക്കുമെന്ന് നമ്മളോടും പറഞ്ഞ് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അവസാനമായ നിലയിൽ ഉപദേശിക്കുന്നു. അവസാനത്തെ കാര്യം പറഞ്ഞ്, എന്താ ഈ വചനങ്ങൾ ഇത്രയും വലിയ ഭാരമുള്ള, അള്ളാഹുവിന് ഇത്ര പ്രിയങ്കരമായ, നാവിൽ വളരെ ലളിതമായി പറയാൻ പറ്റുന്ന വചനങ്ങൾ? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. പറയും, എല്ലാവരും പറയും, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. മൂന്ന് വചനം, രണ്ട് വചനങ്ങൾ. ഒന്ന് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, മറ്റൊന്ന് സുബ്ഹാനല്ലാഹിൽ അസീം. രണ്ട് വചനങ്ങൾ. ഇതിൽ അള്ളാഹുവിന്റെ മൂന്ന് സിഫത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധി, എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും അള്ളാഹു തആല പരിശുദ്ധൻ. ഓരോ ന്യൂനതയും അള്ളാഹുവിൽ ഇല്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. സുബ്ഹാനല്ലാഹ്, തസ്ബീഹ്.
രണ്ടാമത്തത്, അല്ലാഹു തആല എല്ലാ യോഗ്യതകളും പൂർണ്ണമായി നിറഞ്ഞവനാണ്. അള്ളാഹുവിന് ഒരു യോഗ്യതയിലും ഒരു കുറവുമില്ല. എല്ലാ കമാലിയാത്തുകളുടെയും ഉടമസ്ഥൻ, എല്ലാ കമാലിയാത്തുകളും നിറഞ്ഞവനാണ് അള്ളാഹു എന്ന് സമ്മതിക്കുക, അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, തഹ്മീദ്. പിന്നെ രണ്ടാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലാഹിൽ അലീം, തസ്ബീഹിനെ ആവർത്തിച്ചിട്ട് അള്ളാഹുവിന്റെ അളമത്ത്, എല്ലാത്തിനേക്കാളും ഉയർന്നവൻ, എല്ലാത്തിലും മഹത്വമുള്ളവൻ, അള്ളാഹുവിന്റെ മുമ്പിൽ പിന്നെ ഒന്നുമില്ല, അള്ളാഹുവിന്റെ മുകളിൽ ഒന്നുമില്ല. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എല്ലാം അള്ളാഹുവിന്റെയാണ്. അള്ളാഹുവിന്റെ മുകളിൽ ഒന്നുമില്ല, അള്ളാഹുവിന്റെ കീഴിൽ ഉള്ളതാണ് എല്ലാ വസ്തുക്കളുമെന്ന് അള്ളാഹുവിന്റെ മഹത്വത്തെ പറയുക. തക്ബീർ, തംജീദ്, തഅലീം ഇതെല്ലാം ഇതിൽ വന്നു. അള്ളാഹുവിന്റെ ഈ സിഫാത്തുകൾ മുഴുവനും ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിന്റെ കമാലിയത്തിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ തൻസീഹിയത്തിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ തഹ്മീദ്, തക്ബീർ, തംജീദിന്റെ സിഫാത്തുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് സമർപ്പിക്കുന്ന, അഥവാ മുഴുവൻ സിഫാത്തുകളും മുഴുവൻ ഗുണങ്ങളും ഉള്ള അള്ളാഹു മാത്രമാണ് അംഗീകരിക്കപ്പെടേണ്ടവനെന്ന് ഈ മൂന്ന് ഗുണങ്ങൾ മുഖേന തൗഹീദിലേക്ക് ചെന്നെത്തി. അവസാനം മനുഷ്യൻ ആവശ്യമായത് തൗഹീദാണ്. ഈമാൻ വേണം. ഈമാൻ എവിടം വരെ വേണം? മരിക്കുന്നത് വരെ. മരിക്കുമ്പോഴുള്ള ഈമാൻ ഏതാ? തൗഹീദിന്റെ ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ നേരത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് പോലും പറയേണ്ട ആവശ്യമില്ല, കലിമയിലുള്ളത് തന്നെയാണ്. പക്ഷെ അവസാനം അല്ലാഹു തആല നോക്കുന്നത് ഈ തൗഹീദാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. മരിക്കാൻ കിടക്കുന്നവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വേണ്ട, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദാണ്. അവസാനം തൗഹീദിൽ കൊണ്ടുവന്ന് തീരും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അതുകൊണ്ട് അവസാനത്തെ അധ്യായത്തിന്റെ പേരും കിതാബ് തൗഹീദ് എന്ന് തന്നെ വെച്ചു. ഇതാണ് ആവശ്യം. നിന്റെ മരണം വരെ ഈ തൗഹീദിനെ അള്ളാഹുവിന്റെ ദിക്റിലായി ലയിച്ച്, അള്ളാഹുവിന്റെ ഇബാദത്ത് ശരിയായ നിലയിൽ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് മുഴുവനും ത്രാസിൽ തൂക്കപ്പെടുമെന്നുള്ള ബോധ്യത്തോടു കൂടി നീ അവസാനം വരെ ജീവിച്ച്, അവസാനമായി നിന്റെ വചനം തൗഹീദിന്റെ വചനമാക്കി, അതിനു വേണ്ടി അള്ളാഹുവിന്റെ ദിക്ർ നീ നേരത്തെ ചെയ്ത് അള്ളാഹുവിന്റെ തസ്ബീഹ് തഹ്ലീലുകളിൽ കഴിഞ്ഞുകൂടി അവസാന വാക്കിതാക്കാൻ വേണ്ടി നീ പരിശ്രമിക്കണം. അതാണ് നിന്റെ വിജയം. നിന്റെ വിജയം ഉറപ്പിക്കുന്നത് ഇവിടെ വെച്ചല്ല, മീസാനിൽ തൂക്കിയതിന് ശേഷമാണ്. അതുകൊണ്ട് ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾ, പറയുന്ന മുഴുവൻ വാക്കുകൾ, ചിന്തിക്കുന്ന മുഴുവൻ ചിന്തകൾ, ഇതെല്ലാം ത്രാസിൽ വെച്ച് തൂക്കപ്പെടും. അവിടെ നന്മ ഭാരമായാൽ ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈസത്തിർ റാദിയ فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه حاوية. അതുകൊണ്ട് തീരുമാനം അവിടെയാണ്. ഇത് അറിയണമെന്ന്, ഓർമ്മ വെക്കണമെന്ന്, ജീവിതത്തിന്റെ അവസാനം വരെ ഈ ചിന്ത ഉണ്ടാകണമെന്നും, അവസാനം തൗഹീദിൽ നിന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്നും നമ്മളെ സൂചിപ്പിക്കുന്നു ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ